നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. BJPക്കകത്തെ ക്രിമിനലുകളുടെ എണ്ണം കുത്തനെ കൂടി വരികയാണ്. അതും പിടിക്കപ്പെടുന്നത് ജനപ്രതിനിധികളെ ആണെന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ തന്നെ ധീരവനിതയായ കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിളിച്ച് അപമാനിച്ച മധ്യപ്രദേശ് മന്ത്രി കുൻവർ വിജയ് ഷായ്ക്കും BJP പഠിച്ച പണി 18 നോക്കിയിട്ടും രക്ഷിക്കാനാകാതെ ഒടുവിൽ കോടതിയിൽ കീഴടങ്ങേണ്ടി വന്ന രാജസ്ഥാൻ MLA കൻവർലാൽ മീണയ്ക്കും പിന്നാലെ അടുത്ത നേതാവ് പുതിയ കേസിൽ പെട്ടിരിക്കുകയാണ്. അതായത് BJPയിൽ ഇത്തരം പ്രവൃത്തികൾ ഒരു തുടർക്കഥയായി മാറുന്നു എന്ന് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കം പൂട്ടുന്നതിന് വേണ്ടി കള്ളക്കേസുകൾ ഉണ്ടാക്കുമ്പോൾ ഇവിടെ പിടിയിലാക്കപ്പെടുന്നത് BJP നേതാക്കൾ തന്നെയാണ്. BJPയുടെ മുഖം മൂടിയാണ് ഇവിടെ ഇപ്പോൾ അഴിഞ്ഞു വീഴുന്നത്. അത്തരത്തിൽ BJP MLAയുടെ ക്രൂര ആക്രമണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബംഗളൂരു നഗരത്തിൽ BJP നേതൃത്വത്തെ വീണ്ടും വലിയ പ്രതിസന്ധിയിലാക്കുന്നവണ്ണം ഗുരുതരമായ ലൈംഗിക പീഡന കേസിലാണ് RR നഗർ MLA N മുനിരത്നം സഹായികളായ വസന്ത്, ചന്നകേശവ, കമൽ എന്നിവരും ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. 40-കാരിയായ BJP പ്രവർത്തകയാണ് ഇരയാക്കപ്പെട്ടത്. കള്ളക്കേസിൽ കുടുക്കിയ ശേഷം സഹായ വാഗ്ദാനം ചെയ്ത് MLA ഓഫീസിൽ എത്തിക്കുകയും അവിടെ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചെന്നുമാണ് യുവതി പരാതിയിൽ വ്യക്തമാക്കുന്നത്. സ്വന്തം കൂട്ടാളി തന്നെയാണ് BJPക്കെതിരെ രംഗത്തിപ്പോൾ എത്തിയിരിക്കുന്നത്. മുൻകൂട്ടി പദ്ധതിയിട്ടതുപോലെ തന്നെ കേസുകൾ എടുത്ത് ജയിലിൽ അടച്ചെന്നും തുടർന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങിയപ്പോഴാണ് തനിക്ക് നേരെ കൂട്ടബലാത്സംഗം നടന്നുവെന്ന് യുവതി വ്യക്തമാക്കിയത്. 2023 ജൂണിലായിരുന്നു സംഭവം നടക്കുന്നത്. മുനിരത്നയും സഹായികളും യുവതിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മുനിരത്നയുടെ നിർദ്ദേശപ്രകാരം വസന്തും കമലും ബലാത്സംഗം ചെയ്തതായും യുവതി പറയുന്നു. MLA മുനിരത്ന അവരുടെ മുഖത്ത് മൂത്രമൊഴിച്ചതായും ഒരു അജ്ഞാതൻ അവരുടെ ശരീരത്തിൽ വേദനാജനകമായ അങ്ങേയറ്റം അസാധാരണമായ രീതിയിൽ ഒരു സിറിഞ്ച് കുത്തിവെച്ചതായും യുവതിയുടെ പരാതിയിൽ വെളിപ്പെടുത്തുന്നു. കേസ് RMC യാർഡ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെ രാജസ്ഥാനിൽ നിന്ന് ആരംഭിച്ച സ്ത്രീപീഡന കേസുകളുടെ നീണ്ട പട്ടികയ്ക്ക് ഇനി മറ്റൊരു അപമാനകരമായ ചാപ്റ്റർ കൂടി ചേർക്കപ്പെടുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല. BJP നേതാക്കളുടെ പേരിൽ ഇത്തരം ഗൗരവപ്പെട്ട ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ഉയരുന്നത് യാദൃശ്ചികവുമല്ല. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കെതിരെ BJP നേതാക്കളിൽ നിന്നും നേരിടുന്ന ക്രൂരതകൾക്കെതിരെ പാർട്ടി നിലപാട് സ്വീകരിക്കാതെ മൗനത്തിലായിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സ്ത്രീ സുരക്ഷയ്ക്കായി അധികാരത്തിൽ എത്തിയവരാണ് ഇപ്പോൾ അവരുടെ പേരിലാകെ നിരന്തരമായ ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നത്. ഇത്തരത്തിൽ വലിയ ക്രിമിനലുകളെ തന്നെയാണ് BJP ജനങ്ങളെ ഭരിക്കാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ജനപ്രിയ നേതാക്കളെ കുടുക്കാൻ കേന്ദ്രം പാടുപെടുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് BJP മന്ത്രിമാരുടെയും MLA മാരുടെയും കെട്ടുകണക്കിന് കേസുകൾ തന്നെയാണ്.